ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കർത്തൃദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഒരവസരം കൂടി ദൈവം തരികയാൽ ഈ നല്ല സുദിനത്തിൽ എനിക്ക് നിങ്ങളോട് വചനം പറയാൻ തരുന്ന ഈ അവസരത്തിനായി ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേക വന്ദനം അറിയിച്ചുകൊണ്ട് എപ്പോഴും നമ്മെ ചേർത്ത് നിർത്തുന്ന, എപ്പോഴും നമ്മെ കരുതുന്ന, നമ്മെ ശ്രദ്ധിക്കുന്ന, നമ്മുടെ വിഷയങ്ങൾ അറിഞ്ഞ് നമ്മളോട് സംസാരിക്കുന്ന നമ്മുടെ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും എല്ലാം കരയേറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ തിരുവചനത്തിൽ എൻ്റെ ഹൃദയത്തിൽ ബോധിപ്പിച്ചിരിക്കുന്ന ആത്മീക ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. 25-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 25-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം: യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് യഹോവ പാപികളെ നേർവഴി കാണിക്കുന്നു. യഹോവ നല്ലവനും നേരുള്ളവനുമായതുകൊണ്ട് പാപികളെ നേർവഴി കാണിക്കും. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, സൗമ്യതയുള്ളവർക്ക് അവൻ തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ദൈവം നല്ലവനാണ്, നേരുള്ളവനാണ്. ദൈവത്തിനൊരിക്കലും നല്ലവനാകാതിരിക്കാൻ പറ്റിയല്ല. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചീത്തയായിട്ടുണ്ട്. എപ്പോഴും നല്ലവരായിരുന്ന ആരെങ്കിലും, നല്ലതെന്ന് പറയുന്നത് 100% പെർഫെക്ഷൻ, മനുഷ്യൻ്റെ മനുഷ്യത്വം 100%, 80 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനിടയിൽ എപ്പോഴും നല്ലവനായിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നാം പലതിലും തെറ്റിപ്പോകുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോകും, അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കുകയില്ല. പക്ഷെ തെറ്റിപ്പോക്ക് മനുഷ്യ സഹജമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം എപ്പോഴും നല്ലവനാണ്, എല്ലായ്പ്പോഴും നല്ലവനാണ്. ഒരിക്കൽ പോലും ദൈവത്തിന് ചീത്തയാകാൻ പറ്റില്ല, ഇല്ലവേ ഇല്ല, പറ്റില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ദൈവം എപ്പോഴും നല്ലവനാണ്. നാം തെറ്റിപ്പോകുമ്പോഴും, നാം ചീത്തയാകുമ്പോഴും, നാം മറുതലിക്കുമ്പോഴും, നാം അവിശ്വസ്തരാകുമ്പോഴും എല്ലാം മറുഭാഗത്ത് അതേ നാണയത്തിൽ ദൈവം ചീത്തയായി, നമ്മളെ വെറുത്ത്, നമ്മളെ മറന്ന് ഇല്ല. ഒരിക്കലും ദൈവത്തിന് അങ്ങനെ ആകാൻ പറ്റില്ല. അതിനൊക്കെ പറ്റിയ ഒത്തിരി വാക്യങ്ങൾ റോമാലേഖനത്തിനും മറ്റുമൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് വാക്യങ്ങൾ രാവിലത്തെ ഈ സന്ദേശത്തിൽ പറയാറില്ലല്ലോ, എങ്കിലും നിങ്ങൾ മനസ്സിൽ കരുതിക്കൂ. എപ്പോഴും നമുക്ക് താളപ്പഴ പറ്റുമ്പോൾ, നമുക്ക് അബദ്ധം പറ്റുമ്പോൾ, നമ്മൾ കഷ്ടതയിലാകുമ്പോൾ, നമ്മൾ അന്ധതയിലാകുമ്പോൾ, നമ്മൾ വഴിതെറ്റുമ്പോൾ, അപ്പോഴും ദൈവം നല്ലവനാണ്. ഏദൻ തോട്ടത്തിലൊക്കെ ആദം ഹവ്വമാർ പാടേ തെറ്റിപ്പോയി. അപ്പോഴും ദൈവം നല്ലവനായിരുന്നത് കൊണ്ടല്ലേ നഗ്നത മറച്ചത്. ആ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അധികാരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ ശിക്ഷിച്ചു. ശിക്ഷിക്കുന്നത് ചീത്തയായതുകൊണ്ടാണോ? അല്ല, നമ്മൾ ചീത്തയായതുകൊണ്ടാണ് നല്ലവനായ ദൈവത്തിന് ശിക്ഷിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ ഭാഗമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം എപ്പോഴും നല്ലവനാണ്. ദൈവം നേരുള്ളവനാണ്, നല്ലവനാണ്. അതുകൊണ്ട് ആർക്ക് ഗുണം? നമുക്ക് തന്നെ ഗുണം. ചിലർ നല്ലവരായതുകൊണ്ട് അവരവർക്കേ ഗുണമുള്ളൂ, ആർക്കും ഗുണമില്ല. ചിലരെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ, നല്ല മനുഷ്യനാണ്, പുഴുങ്ങിയ നെല്ലിന് വാ വിളിക്കുകയില്ല, ആർക്കും ഒരു ശല്യവുമില്ല, പക്ഷെ ആർക്കും ഗുണമില്ല, ഒരു ദോഷവുമില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഒരു ഗുണവുമില്ല, നല്ലവനായി ജീവിച്ചത്. പക്ഷെ ദൈവം നല്ലവനായതുകൊണ്ട് അതിൻ്റെ സകല ഗുണവും അനുഭവിക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാരല്ല, ഈ പ്രപഞ്ചത്തിലെ ഈ മണ്ണും കല്ലും, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ദൈവസൃഷ്ടിയായിരിക്കുന്ന മറ്റിതര ഗ്രഹങ്ങളൊന്നുമല്ല. ദൈവം നല്ലവനായിരിക്കുന്നതിൻ്റെ സകല ആനുകൂല്യങ്ങളും അനുഭവിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമാ. നമ്മളീ പലരും ജീവിച്ചിരിക്കുന്നത് ദൈവം നല്ലവനായതുകൊണ്ടാണ്. ദൈവം നല്ലവനായതിൻ്റെ ഗുണം മുഴുവൻ ഞാനും പിള്ളേരും നമ്മളും അന്നേ അനുഭവിക്കുന്നേ. ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞേനെ. അങ്ങ് നല്ലവനായതുകൊണ്ട്
ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങ് നല്ലവനല്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ എന്ത് നടന്നേനെ, ഞങ്ങളിന്ന് എന്തായേനെ? അപ്പോൾ അത് മാത്രം ചിന്തിച്ചാൽ മാലയിൽ മുത്ത് കോർക്കുന്നത് പോലെ എത്രയോ കാര്യങ്ങൾ കോർത്തെടുക്കാം. ഏത്? ദൈവം നല്ലവനായതുകൊണ്ട് മനുഷ്യവർഗത്തിനുണ്ടായ ഗുണഗണങ്ങൾ എന്തൊക്കെ? ഒത്തിരി 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 നമുക്ക് വർണ്ണിക്കാനുണ്ടാകും. അതൊക്കെ മാറ്റിവെക്കാം. ഈ സങ്കീർത്തനത്തിൽ വായിച്ചത് മാത്രം ഇന്നത്തേക്ക് നമുക്കെടുക്കാം. ഒരുപാട് ഗുണങ്ങൾ. ദൈവം നല്ലവനായതുകൊണ്ട് ജാതി മതഭേദമെന്നേ, സഭാ സമുദായ വ്യത്യാസമെന്നേ, മാനവവർഗത്തിന് ദൈവം നല്ലവനായതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്, ഒത്തിരി ഗുണമുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു വാക്ക് പറയാൻ ഞാനങ്ങ് തെന്നി മാറിയത്, എങ്കിലും പറയാൻ ദൈവം എനിക്ക് സമ്മർദ്ദം തരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളല്ല. ഇത് കേൾക്കുന്നതിൽ ഭൂരിപക്ഷവും ദൈവം നല്ലവനായതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടായതുപോലെ നമ്മൾ നല്ലവനായതുകൊണ്ട് ആർക്കും ഗുണമില്ലാതെ നിർഗുണരായിട്ട് നല്ലവനായിട്ട് ജീവിക്കുകയല്ല. ആർക്കെങ്കിലുമൊക്കെ ഗുണമുണ്ടാകട്ടെ. നമ്മൾ നല്ലവനായതുകൊണ്ട് ചിലരോടങ്ങ് ക്ഷമിക്കാം, ചിലരോടങ്ങ് പൊറുക്കാം, ചില കാര്യങ്ങൾ കടുംപിടുത്തം പിടിക്കാതെ അങ്ങ് വിട്ടുകളയാം. ചിലരെ എന്തെങ്കിലും കൈത്താല് കൊണ്ട് സഹായിക്കാം, ചിലരെ നമുക്ക് ചേർത്ത് നിർത്താം, ചിലരെ ഒന്ന് തണുപ്പിക്കാം. ചുമ്മാ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മറ്റു പലരെയും ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ നമ്മൾ നല്ലവരായതുകൊണ്ട് ചില പ്രശ്നങ്ങളില്ല, ഉണ്ടാകാതിരിക്കട്ടെ. ചില കാര്യങ്ങളെ നമുക്ക് വിട്ടുകളയാം. ഒന്ന് ചിന്തിച്ചേക്കണേ, ഇന്ന് ഇത് കേൾക്കുമ്പോൾ ഞാൻ നല്ലവനായതുകൊണ്ട് കുറേ കാര്യങ്ങൾ എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എന്നെ എതിർക്കുന്നവർക്ക് പോലും ഞാൻ നല്ലവനായതുകൊണ്ട് ചില എടുത്തി ആടി അപ്പം തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി പോലും മറുപടി പറയാതെ തണ്ടമ്പടിക്ക് മുണ്ടമ്പടി എന്ന് പറഞ്ഞ പോലെ തിരിച്ചു തല്ലാനും തിരിച്ചു പറയാനും തിരിച്ച് കേസ് കൊടുക്കാനും നിൽക്കാതെ ഞാൻ നല്ലവനായതുകൊണ്ട് അവൻ ജീവിച്ചോട്ടെ, അവൻ പൊക്കോട്ടെ എന്നൊരു ചിന്തയൊന്നും മനസ്സിനകത്ത് വെച്ചേ. ഓക്കെ, ഈ വാക്യത്തിലേക്ക് വരുന്നു. ദൈവം നല്ലവനായതുകൊണ്ട് പാപികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നു. പ്രിയരെ, ഇവിടെ പാപി എന്ന് എഴുതിയിരിക്കുന്നത് തൊട്ട് താഴെ സൗമ്യതയുള്ളവർ എന്നൊക്കെ എഴുതിയിരിക്കുന്നില്ലേ, അതിൻ്റെ അതേ പ്രയോഗമാണ്, ആ ഒരു രീതിയാണ് എന്നാണ് വ്യാഖ്യാതാക്കളിൽ നിന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. അതിന് അവിടെ പാപി എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന വാക്കിന് കഷ്ടം അനുഭവിക്കുന്നവൻ, ദരിദ്രൻ, പീഡിതൻ, ഒറ്റപ്പെട്ടവൻ എന്നും ആരുടെയോ നിന്ദയ്ക്കും ഒക്കെ ഉപദ്രവത്തിനൊക്കെ പാത്രീഭൂതനാകുന്നവൻ, ഇത് കൂട്ടിലടയ്ക്കപ്പെട്ടതുപോലെ പെട്ടുപോയവൻ എന്നൊക്കെയാണ് അതിനർത്ഥം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നിത് കേൾക്കുന്നതിൽ ഒറ്റപ്പെട്ടവർ, കഷ്ടപ്പെടുന്നവർ, എന്തോ ട്രാപ്പിനകത്തകപ്പെട്ടവർ, കെണിയിൽ വീണതുപോലെ ആയിപ്പോയവർ, പെട്ടുപോയവർ. ഈ പാപത്തിൽ എന്ന് പറഞ്ഞാലും പെട്ടുപോകുന്നതാണല്ലോ, ഒരു കെണിയിൽ വീഴും പോലെ അല്ല. പാപത്തിൽ വീണാൽ പിന്നെ കെണിയിൽ അതിന് അഡിക്റ്റ് ആകുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, കെണിയിൽ വീണതുപോലെയാണ്. അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, അഥവാ നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ. പാപികൾക്ക് നേർവഴി ഉണ്ടാക്കി കൊടുക്കുന്നു എന്നല്ല, കാണിച്ചു കൊടുക്കുന്നു. അതിനർത്ഥം എന്താ? ഇവന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്, പക്ഷെ ഇവൻ്റെ കണ്ണിന് മറിഞ്ഞിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് എനിക്ക് ഏറ്റവും അധികം നിങ്ങളോട് ഊന്നിപ്പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ വലിയ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാനൊരു കുറുക്കു വഴിയല്ല, ഒരു വളഞ്ഞ വഴിയല്ല, ഒരു മതിൽ ചാട്ടമല്ല, ഒരു ഗേറ്റ് ചാടിപ്പോകലല്ല, പിന്നെ ഒരു നേർവഴിയുണ്ട്. ഏത് പ്രശ്നത്തിൽ നിന്നും പുറത്തു വരാൻ ഒടയതമ്പുരാൻ്റെ കയ്യിൽ ഒരു റൈറ്റ് വേ ഉണ്ട്. അത് ദൈവം താഴ്മയോടെ, വിനയത്തോടെ, സൗമ്യതയോടെ ദൈവത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ ദൈവം അത് കാണിച്ചു തരും. ഒരപകടകരമായ കാര്യം കൂടി പറയട്ടെ. ഈ പ്രതിസന്ധിക്കകത്ത് വരുമ്പോൾ, കഷ്ടത്തിൽ ഏറിയേറി വരുമ്പോൾ, അവിടെ പെട്ടെന്ന് മനുഷ്യനെ ദുഷ്ടൻ പ്രേരിപ്പിക്കും. വളഞ്ഞ വഴി കൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. അതൊന്നിങ്ങനെ കടഭാരം വരുമ്പോൾ നമുക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി 10 രൂപ പലിശയ്ക്ക് പൈസ എടുക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒരു പ്രേരണ തരും. അപ്പോൾ അതുകൊണ്ട് 10 രൂപ പലിശ, അതൊരു വളഞ്ഞ വഴിയാണേ. 10 രൂപ പലിശയ്ക്ക് പണമെടുത്ത് തിരിമറി നടത്തുന്നത് അയ്യോ വളഞ്ഞ വഴിയാണ്. ഭരണഘടനയുടെ മുമ്പിൽ പോലും പലിശയ്ക്ക് കൊടുക്കുന്നതും പലിശയ്ക്ക് എടുക്കുന്നതൊക്കെ വളഞ്ഞ വഴിയാണെന്ന് നിയമമുണ്ട്.
അപ്പം എന്തോ ചെയ്യണം? എന്നെ ഈ പറയുന്ന എങ്ങനെ ഒരു പ്രശ്നത്തിലകപ്പെട്ടപ്പോൾ കൈയും കെട്ടി നിൽക്കാൻ പറ്റുമോ? പക്ഷെ വളഞ്ഞ വഴി തിരഞ്ഞെടുക്കാൻ ഭയങ്കര സമ്മർദ്ദം ഉള്ളിൽ തരുമ്പോൾ സാത്താൻ പറയുന്ന കേട്ട്, മനസ്സ് പറയുന്ന കേട്ട്, നാട്ടുകാർ പറയുന്ന കേട്ട്, തലച്ചോറ് പറയുന്ന കേട്ട് വളഞ്ഞ വഴി തിരഞ്ഞെടുത്തവരെല്ലാം പെട്ടിട്ടേ ഉള്ളൂ. അരുത്. ഇന്ന് പോകുന്ന പ്രശ്നത്തിനകത്ത് നിന്ന് നീ അവിടെ ആ കുരിശിൻ്റെ ചോട്ടിൽ കണ്ണ് നിറഞ്ഞ് കർത്താവിലേക്ക് നോക്കി നിൽക്ക്. കർത്താവിനോട് പറ, ഞാൻ വളഞ്ഞ വഴി കൂടെ പോവില്ല. എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് രക്ഷപ്പെടാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ നേർവഴി കാണിച്ചു തരും. നേർവഴി, രക്ഷപ്പെടും. നേർവഴി ഉണ്ട് ബ്രദർ. ഇപ്പോൾ കരയുന്ന വിഷയത്തിൽ നിന്ന്, ഇപ്പോൾ പെട്ടുപോയ വിഷയത്തിൽ നിന്ന്, ഇപ്പോൾ ഞെരുങ്ങുന്ന വിഷയത്തിൽ നിന്ന്, ഇപ്പോൾ പട്ടിണിയായി പോകുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു വരാൻ, രക്ഷപ്പെടാൻ നേർവഴി ഉണ്ടേ. വേദപുസ്തകം പഠിപ്പിക്കുന്നു, നേർവഴി ഉണ്ട്. നീ അത് ഉണ്ടാക്കുമൊന്നും വേണ്ട, നേർവഴി ഉണ്ട്. സഹിഷ്ണുതയോടെ ആ ദൈവത്തെ കൊണ്ടേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. മറ്റുള്ളവരൊക്കെ കാണിച്ചു തരുന്നത് കുറുക്കു വഴിയായിരിക്കും. വലിയ പെട്ടുപോകും കേട്ടോ. അതിൽ പിന്നെ തിരിച്ചു പോകൽ നടക്കുകയില്ല. വലിയ പാടാ. ഈ വണ്ടി ഓടിക്കുന്നവർക്കറിയാം. ചിലപ്പോൾ ബ്ലോക്ക് വരുമ്പോൾ ചിലർ പറയുന്നത് ഈ വഴി കൂടെ പോയാൽ ആ വഴി കൂടെ അങ്ങ് പോകുമ്പോൾ കുറച്ചുകൂടെ ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടി കയറി പോകത്തില്ല. ആ വഴി കൂടെ ഒരു തെങ്ങ് നിൽക്കുന്ന, ഒരു പോസ്റ്റ് നിൽക്കുന്ന പോകത്തില്ല. ഒരു വണ്ടി കഷ്ടി പോകുന്ന വഴിയാണ്. വേറൊരു വണ്ടി ഇങ്ങോട്ട് വന്നാൽ രക്ഷപ്പെടിയാണ്. പിന്നെ റിവേഴ്സ് എടുത്ത് കഴുത്തൊടിഞ്ഞ് പിന്നെ തിരിച്ച് ഈ വഴി തന്നെ വരേണ്ട ഗതികേട് എത്രയോ പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ചിലർക്കും ഉണ്ടാവും. ആരെങ്കിലും പറയുന്ന വഴി കൂടെ ചുമ്മാ കയറരുതേ. ദൈവത്തിൻ്റെ കയ്യിൽ നേർവഴിയുണ്ട്. കുരുക്കഴിക്കാനുള്ള വഴി ദൈവത്തിൻ്റെയിലുണ്ട്. ഒന്ന് ദൈവത്തോട് ചോദിക്കുക, അബദ്ധം കാണിക്കല്ലേ. നാളെ നിങ്ങളൊരു ദുർവാർത്തയായി തീരല്ലേ. ദുഃഖപുത്രിയും ദുഃഖപുത്രനുമാകല്ലേ. 25-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറ, എനിക്കൊരു നേർവഴിയില്ലേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒന്ന് ജീവിക്കാൻ, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ? ദൈവമേ, ആ നേർവഴി എന്നെ കാണിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ദൈവം എപ്പോഴും നല്ലവനാണ്. അവൻ നല്ലവനായിരിക്കുന്നതിൻ്റെ സകല ഗുണവും ഇത് കേൾക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു വരുന്ന നിങ്ങൾക്കുണ്ട്. ദൈവം നല്ലവനായിരിക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ അനുഭവിക്കാൻ പോവുക. ഏപ്രിൽ അങ്ങ് തീരുവല്ലേ, മെയ് മാസത്തിലേക്ക് കിടക്കട്ടെ. നേർവഴി കാണിക്കും ദൈവം, സഹായിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എൻ്റെ കർത്താവ് നല്ലവനായിരിക്കുന്നതിൻ്റെ സകല ഗുണവും അനുഭവിക്കുന്നത് ഞാനാണപ്പാ. എന്നെപ്പോലത്തെ കോടിക്കണക്കിന് ആളുകളാണ് അങ്ങ് നല്ലവനായതിൻ്റെ സകല ബെനിഫിറ്റും അനുഭവിക്കുന്നത്. അതിനൊരായിരം നന്ദി. പ്രത്യേകാൽ ഇന്ന് പറഞ്ഞ ദൂത്, അങ്ങ് നല്ലവനായിരിക്കുന്നത് കൊണ്ട് അങ്ങ് ഞങ്ങളിൽ ചിലർ രക്ഷപ്പെടാനുള്ള നേർവഴി കാണിക്കും. ഇന്നത് ആവശ്യമുള്ള സകലർക്കും കണ്ണുനീരോടെ അങ്ങയുടെ പാദപീഠത്തിൽ വരുന്നവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.